സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 10 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 1, ഷോർട്ട് ലിസ്റ്റ് 5, ഇൻ്റർവ്യൂ അറിയിപ്പ് 3, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. NCC, ടൂറിസം, എക്സൈസ്, പോലീസ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ട് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴികെയുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HTV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV, ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 624/2024. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ്, കാറ്റഗറി നമ്പർ 410/2023. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ്, കാറ്റഗറി നമ്പർ 410/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാം ഘട്ട ഇൻ്റർവ്യൂ 7/1/2026, 8/1/2026, 9/1/2026 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR5 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712546 അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി, കാറ്റഗറി നമ്പർ 480/2024. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി, കാറ്റഗറി നമ്പർ 480/2024 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 16/1/2026 രാവിലെ 10:15 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിന് മുന്നോടിയായുള്ള പ്രമാണ പരിശോധന അന്നേ ദിവസം രാവിലെ 7:30 നടത്തുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, ഐഡൻറ്റിറ്റി, ആധാർ എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും സഹിതം പട്ടത്തുള്ള PSC ആസ്ഥാന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, കാറ്റഗറി നമ്പർ 446/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 71. ലിസ്റ്റിലാകെ 148 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 52 പേർ മെയിൻ ലിസ്റ്റിലും 76 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 93/2023. കേരള വാട്ടർ അതോറിറ്റിയിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 93/2023 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കായി പ്രമാണ പരിശോധന 7/1/2026 രാവിലെ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ പ്രമാണ പരിശോധനയ്ക്കായി അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ സഹിതം പ്രൊഫൈലിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ LR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ, കാറ്റഗറി നമ്പർ 45/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 77.33. ലിസ്റ്റിലാകെ 75 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് അക്കൗണ്ടൻറ്റ്, കാറ്റഗറി നമ്പർ 135/2023. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ അക്കൗണ്ടൻറ്റ്, കാറ്റഗറി നമ്പർ 135/2023.
എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനുള്ള അഭിമുഖം 7/1/2026 മുതൽ 9/1/2026 വരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് 9:30-നും 12 മണിക്കും നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആയതിന് മുന്നോടിയായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന അന്നേ ദിവസം രാവിലെ 7:30, 9:30 എന്നീ സമയങ്ങളിൽ നടത്തുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, ഇൻ്റർവ്യൂ മെമ്മോ എന്നിവ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ സ്വന്തം പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തിവിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ, ഓൺ ടൈം സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ചത്, തിരിച്ചറിയൽ രേഖ, ഇൻ്റർവ്യൂ മെമ്മോ എന്നിവ സഹിതം ഇൻ്റർവ്യൂ മെമ്മോയിൽ പറയുന്ന സമയത്തും തീയതിയിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS കാറ്റഗറി നമ്പർ 75/2024. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 HTV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV, എക്സ് സർവീസ്മെൻ ഉള്ളി. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 55. ലിസ്റ്റിലാകെ 48 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 25 പേർ മെയിൻ ലിസ്റ്റിലും 23 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് എക്സ് സർവീസ്മെൻ ഓഫ് ST ഉള്ളി കാറ്റഗറി നമ്പർ 750/2024. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കെയർ ടേക്കർ മെയിൽ. പാലക്കാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 277/2018. കൊല്ലം ജില്ലയിലേക്ക് IMS ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. കൊല്ലം ജില്ലയിലേക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ലൈൻമാൻ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് വില്ലേജ് ഓയിൽ ഇൻസ്പെക്ടർ. കോഴിക്കോട് ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. കാസർഗോഡ് ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ APB KAP4. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. കാസർഗോഡ് ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 1. ഹെഡ് ഓഫീസിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. തൃശ്ശൂർ ജില്ലയിലേക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്ന് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റേഡിയോഗ്രാഫർ ഗ്രേഡ് 2. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. തൃശ്ശൂർ ജില്ലയിലേക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ലൈൻമാൻ. തൃശ്ശൂർ ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ AG's ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, വാച്ചർ ഗ്രേഡ് 2, ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. തൃശ്ശൂർ ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിങ്ങിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.